السلام عليكم ورحمة الله وبركاته. يا هلا ومرحبا فيكم في Emtees Arabic Academy حلقة الرابع. സ്പീക്ക് അറബിക് വിത്ത് എംറ്റീസ് നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. അറബി ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് അറബി ഭാഷ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ വീഡിയോസും മുഴുവനായിട്ടും കാണാം. അതോടൊപ്പം ഞങ്ങളെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഓക്കെ, ആ രൂപത്തിലുള്ള ഒരു രീതിയാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഓരോ ദിവസവും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചുമ്മാ ഒരു രസമല്ലേ, അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, ആക്ടിവിറ്റീസുകളിലൊക്കെ പങ്കെടുക്കുക, വിജയികളാവുക. ഓക്കെ, കഴിഞ്ഞ 2 എപ്പിസോഡ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡിലുള്ള വിജയികളെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3rd and 4th നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. നീ എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക? أنت أنت. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെയിൽ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 2 രൂപത്തിലാണ് പറയാം. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ أنت എന്ന് പറയും. അൻത അൻത. أنت. ഇനി ലേഡീസ് ആകുമ്പോൾ أنت. ഫീമെയിൽ ഇന്തി أنت. ഇന്തി. أنت എന്ന് പറയും. إنتي أنتي ഒന്നാണ്. ഓക്കെ ഓക്കെ, أنت إنتي എന്ന് പറയുമ്പോൾ ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഫീമെയിൽസിനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, أنت مين ചോദിക്കും, നീ ആരാണ്. ഓക്കെ, أنت مين أنت مين എന്നൊക്കെ ചോദിക്കാൻ إنتي مين ചോദിക്കുമ്പോഴാണ് ലേഡീസ് വരുന്നത്. അപ്പൊ ചിലർക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന അൻറ്റിയും ഇൻറ്റിയും ഒന്നല്ലേ. ഓക്കെ, ചിലർ ഫീമെയിൽ വിഷയിൽ അങ്ങനെ പറയുന്ന അറിയാം. അപ്പം ചിലർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്യൂണിലാണെന്ന് വിചാരിക്കുന്നത്. മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് നോക്കാം. കൂടുതൽ നമുക്കൊരു കുഞ്ഞു ഐഡിയ കിട്ടിയാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. ജെൻസ് ആകുമ്പോൾ, മെയിൽ ആകുമ്പോൾ അൻത അല്ലെങ്കിൽ ഇന്ത എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ഇനി ഫീമെയിൽ ആകുമ്പോൾ ഇന്തി ഇന്തി, ഒരു ഈ ശബ്ദമാണ് അവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നീ മലയാളിയാണോ? أنت ملباري أنت ملباري. ഓക്കെ, നമ്മളിവിടെ ജെൻസ് ആണ് കേട്ടോ, മെയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫീമെയിൽ ആകുമ്പോൾ ഇന്തി എന്നുള്ള ഒരു രൂപത്തിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കാം, നീ മലബാരിയാണോ? أنت ملباري أنت ملباري. നീ അഹമ്മദ് ആണോ? أنت أحمد أنت أحمد. ഓക്കെ, നീ ഇന്ത്യക്കാരനാണോ എന്നെങ്ങനെ ചോദിക്കാം? أنت هندي أو أنت هندية. أنت هندي أو أنت هندية. ഓക്കെ, നീ പാകിസ്ഥാനിയാണോ എന്നെങ്ങനെ ചോദിക്കാം? أنت باكستاني أنت باكستاني. നീ സുഡാനിയാണോ എന്നെങ്ങനെ ചോദിക്കാം? أنت سوداني ഓക്കെ, أنت നീ سوداني. ഓക്കെ, ജപ്പാൻകാരനാണോ? أنت ياباني യബാനി. ياباني. ഓക്കെ, next നെക്സ്റ്റ് എന്നുള്ളതിന് എന്താ അറബിയിൽ പറയാം? بعد ബാദ് ബാദ് بعده اللي بعده ഇല്ലി ബാദ്. next. ഓക്കെ, നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങൾ അറബിയിൽ പറയുമ്പോൾ നമ്മളത് വല്ല ഫുഡാണെന്നൊക്കെ വിചാരിക്കും. ഓക്കെ, എന്താ വിചാരിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് തീരെ അറബി അറിയാത്ത ആളുകൾ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. ഈ പിന്നെ പോർച്ചുഗീസിന് എന്താണ് അറബിയിൽ പറയാ? പോർച്ചുഗീസിനെ കൂടുതലും പറയാ പോർച്ചുഗീസ് എന്നാണ്. പോർച്ചുഗലിന് നമ്മൾ പറയാ പോർച്ചുഗീസ് എന്നാണ്. അല്ലെങ്കിൽ പുർത്തുഗാൽ എന്നും പറയാറുണ്ട്. പുർത്തുഗാല് അത് മറ്റതല്ല. അത് ആദ്യമായിട്ട് കേൾക്കാണ്. പുർത്തുഗാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ വരിക. ഓക്കെ, പക്ഷെ അങ്ങനെയും പറയാറുണ്ട് പോർച്ചുഗീസിന്. ഇന്തോനേഷ്യക്ക് എന്താ പറയാ? ഇന്തോനേസി. ഭയങ്കര വ്യത്യാസമാണ്. ഇന്തോനേസിയ അല്ലെങ്കിൽ ഇന്തോനേസി. ഇന്തോനേസി. ജർമ്മൻക്ക് എന്താ പറയാ? അൽമാനിയ. ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ജർമ്മനും അൽമാനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ രാജ്യമാണെന്ന് വിചാരിക്കും. അൽമാനിയ ജർമ്മനി. സ്പെയിന് അസ്പാനിയ. അസ്പാനിയ. اسبانيا. عبدالصمد انت اي فريق؟ ഫരീഖ് എന്ന് പറഞ്ഞാൽ فريق ده ടീം വേൾഡ് കപ്പ് ടീം. ഓക്കെ, എന്റെ ടീം ബ്രസീലാണ്. برازيل. الله يعين. നോക്കാം, ബ്രസീൽ അടിപൊളിയല്ലേ. ഇറ്റലിക്ക് എന്താണ് അറബിയിൽ പറയാ? إيطاليا. ഇറ്റാലിയ. إيطاليا. ഇറ്റാലി. ഓക്കെ, ഫ്രാൻസിന് എന്താ പറയാ? فرنسا. فرنسا. ഓക്കെ, നീ ജർമ്മൻകാരനാണോ എന്ന് എങ്ങനെ ചോദിക്കാം? أنت ألمانيا അല്ലെങ്കിൽ أنت ألماني. أنت ألماني. നീ ഇറ്റലിക്കാരനാണോ എന്ന് എങ്ങനെ ചോദിക്കാം? أنت إيطالي. നീ ഫ്രാൻസുകാരനാണോ എന്ന് എങ്ങനെ ചോദിക്കാം? أنت فرنسي. നീ ബ്രസീലുകാരനാണോ എന്ന് എങ്ങനെ أنت ചോദിക്കാം? برازيلي.
അന്ത ബ്രസീലി. ബ്രസീലി. ഓക്കെ, അങ്ങനെ ചോദിക്കും. അറബികളടുത്ത് കുറച്ച് മുഷ്കിലാണ്. അപ്പൊ അത് കുറച്ചൊക്കെ വളക്കാനുള്ളടത്തൊക്കെ അടച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഒരു ട്രബിൾ ഉണ്ടാവും. പിന്നെ ശീലിച്ച പിന്നെ സെറ്റ്. എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അജൂസ്. അജൂസ് അജൂസ് എന്ന് പറഞ്ഞാല് അജൂസ് എന്ന് പറഞ്ഞ ഇപ്പൊ പറയട്ടെ, നീ വയസ്സനാണോ? അജൂസ് എന്ന് പറഞ്ഞ വയസ്സെന്നാണ്. عجوز. أنت عجوز؟ لا 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 ما في. ما في عجوز. أنت شباب؟ أنا شباب. شباب أنا ചെറുപ്പക്കാരൻ. യങ്ങർ. ഇവിടെ ഷബാബ് അല്ല, നുസ്സിലാണ്, ഇടയിലാണ്. ഓക്കെ ഓക്കെ. മധ്യവയസ്കനൊക്കെ മധ്യവയസ്കനാക്കിയില്ലേ? അപ്പൊ അജൂസ് എന്ന് പറഞ്ഞ വയസ്സ്. അപ്പൊ ഒരു ഷബാബ് വിട്ടില്ലേ? വിട്ടില്ലേ? അപ്പൊ 40 പോയില്ല വയസ്സ്. വയസ്സിന് കുഴപ്പമില്ല. 33. എനിക്ക് 33 വയസ്സാന്ന് എങ്ങനെ പറയാം? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അജൂസ് എന്ന് പറഞ്ഞാല് നമ്മളെ ഏജ്, വയസ്സ് കുറച്ചൊരു പ്രായമുള്ളവർക്കാണ് അജൂസ്. ഷബാബ് എന്ന് പറഞ്ഞാല് ചെറുപ്പക്കാർക്ക് പറയുന്നതാണ് ഷബാബ്. ഓക്കെ, അപ്പൊ 2 വെക്കാബുലറി ആണ്. ഒന്ന് അജൂസ്, മറ്റൊന്ന് ഷബാബ്. യാ ഷബാബ് എന്നൊക്കെ പറയാറുണ്ട്. യാ അജൂസ് എന്ന് നമ്മൾ പറയില്ല. എല്ലാരും ഷബാബാണ്. യാ ഷബാബ് കൈഫാലക്. അയ്യോ, നീ ഒരു ഡ്രൈവർ ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? അൻത സവാഖ്. അൻത സവാഖ്. നീ ഒരു കമ്പനി ഡ്രൈവർ ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? അൻത സവാഖ് ശരിക. അൻത സവാഖ് ശരിക. ശരീക എന്ന് പറയരുത്. മിക്ക കുട്ടികളും നമ്മള് എന്ന് പറഞ്ഞാല് എന്തായി പോകും? ശരീക്ക് എന്ന് പറഞ്ഞാല് പാർട്ട്ണർ എന്നുള്ള മീനിങ് ആണ്. ഷരീക്ക് പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ. ഷരീക്ക എന്ന് പറഞ്ഞാല് കമ്പനി. കൂടുതൽ ആൾക്കാർ നമ്മള് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴും കൂടുതൽ എന്താ പറയല്? ഷരീക്ക എന്നാണ്. ഇപ്പൊ നമ്മള് റാത്തിബ് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നീ ഒരു കമ്പനി ഡ്രൈവർ ആണോ? അൻത സവാഖ് ശരിക അല്ലെങ്കിൽ അൻത സായിഖ് ശരിക. ഓക്കെ, നീ ഒരു അക്കൗണ്ടന്റ് ആണോ? അൻത മുഹാസിബ്. നീ ഒരു നഴ്സ് ആണോ? അൻത മുമർറിദ്. നീ ഒരു ഡോക്ടർ ആണോ? അൻത ദക്തൂർ. അൻത ദക്തൂർ. നീ ഒരു ഹൗസ് വൈഫ് ആണോ എന്ന് എങ്ങനെ ചോദിക്കാം? അൻതി റബ്ബത്തുൽ ബൈത്ത്. ഇന്തി റബ്ബത്തുൽ ബൈത്ത്. ഓക്കെ, അപ്പോ ലേഡീസ് ആയപ്പോ ഇന്തി എന്നാണ്. മറ്റുള്ളവർക്ക് അൻത അൻത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നീ ഒരു ഹൗസ് വൈഫ് ആണോ? അൻതി റബ്ബത്തുൽ ബൈത്ത്. നീ ഒരു ടീച്ചർ ആണോ? അൻത മുഅല്ലിം. ഓക്കെ, നീ മലപ്പുറത്ത് നിന്നാണോ? അൻത മിൻ മലപ്പുറം. അൻത മിൻ മലപ്പുറം. നീ കാലിക്കറ്റിൽ നിന്നാണോ? അൻത മിൻ കാലിക്കൂത്ത്. ഓക്കെ, നീ കൊല്ലത്ത് നിന്നാണോ? അൻത മിൻ കൊല്ലം. ഓക്കെ, നെക്സ്റ്റ്, നീ ദുബായിലാണോ വർക്ക് ചെയ്യുന്നത്? أنت في إمارات. أنت اشتغل في إمارات. أنت اشتغل في إمارات. اشتغل أنا working نلا meaning. our meaning. Are you working in Dubai? Our meaning. Okay. أنت اشتغل في إمارات. أنت اشتغل في دبي. دبي. Okay. നീ സൗദിയിലാണോ ജോലി ചെയ്യുന്നത്? أنت اشتغل في السعودية. നീ ഇവിടെയാണോ താമസിക്കുന്നത്? أنت ساكن هنا. ഇങ്ങനെ പറയാം? هنا. Okay. നീ കൂടുതൽ മലയാളികളൊക്കെ ഈ റാസൽ ഖൈമിലാന്ന് പറഞ്ഞേക്കാറുണ്ട്. അവിടെ റെന്റ് കുറവാണ്. ഓക്കെ, അപ്പോ റാസൽ ഖൈമിലാണോ താമസിക്കുന്നത്? أنت ساكن في راس الخيمة. أنت ساكن في راس الخيمة. നീ മലയാളികളെ കൂടെയാണോ? മഅ എന്ന് പറഞ്ഞാൽ കൂടെ. മഅ മലബാരിയീൻ, മലബാരികളെ കൂടെ. മഅൽ അറബ്സ്, അറബികളെ കൂടെ. ഓക്കെ, നീ അറബികളെ കൂടെയാണോ താമസിക്കുന്നത്? أنت ساكن مع العرب. നീ അറബികളെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്? أنت اشتغل مع العرب. ഓക്കെ, മഅൽ അറബ്, മഅൽ മലബാരിൻ. ഓക്കെ, ദെൻ ഫാദറിന്റെ കൂടെ എങ്ങനെ പറയാം? ഫാദറിന്റെ കൂടെ മഅ ബാബ അല്ലെങ്കിൽ മഅ അബൂയ്. മഅ അബൂയ്, മഅ അബൂയ്. ഓക്കെ, പിന്നെ അന ഇഷ്തഗൽ മഅ ബാബ. ഓക്കെ, ഇനി നമ്മൾ പെൺകുട്ടികളൊക്കെ ദുബായിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, അല്ല നീ ഫാമിലിന്റെ കൂടെയാണോ താമസിക്കുന്നത്? أنت ساكن مع عائلة. ഓക്കെ, പെൺകുട്ടിയോടാവുമ്പോ أنتِ ساكنة مع عائلة. എങ്ങനെ പറയാം? أنتِ ساكنة مع عائلة. ഓക്കെ, ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നീ ഹസ്ബൻഡിന്റെ കൂടെയാണോ താമസിക്കുന്നത്? أنتِ ساكن مع زوج. مع زوج. ഹസ്ബൻഡിന് എന്താ പറയാ? زوج. 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 زوج എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്. അപ്പോൾ വൈഫിന് എന്താ പറയാ? زوجة. زوجة. Yes. زوجة. 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 വൈഫ്. زوجتي എന്ന് പറയുമ്പോൾ എന്റെ വൈഫ് എന്നാണ്.
Okay, zawjati. Zawjati. Zawji എന്ന് പറയാൻ പറ്റുമോ? Zawji, yes. എൻ്റെ വൈഫ് എന്നുള്ള ആ ഒരു Zawji. Zawji എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നാണ്. Zawji. അത് Zawji. هذا Zawji. ഓക്കെ, അതെൻ്റെ ഹസ്ബൻഡ് ആണ് ആ ഒരു മീനിങ്. ഓക്കെ, നീ ഇപ്പോൾ ഫ്രീ ആണോ? أنت فاضي الحين؟ നീ ഇപ്പോൾ ബിസി ആണോ? أنت الحين مشغول؟ أنت الحين مشغول. مشغول. ഓക്കെ, നീ ലേറ്റ് ആയോ? أنت تأخرت؟ أنت تأخرت. അതിലൊക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാല് ഒക്കെ ഈ സ്പോക്കണില് കുറെ പേര് പറയും. ഇപ്പൊ നമ്മളിപ്പോ ലേറ്റ് ആയോന്ന് ചോദിക്കുമ്പോ ഈ ആയോന്ന് ഇതിലുണ്ടോന്ന് ചോദിക്കും. എന്തില് നമ്മളിപ്പോ സ്പോക്കൺ പോലെ അത്ര ഷോർട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ടീച്ചറല്ല ഇത് ആയോന്ന് ഇതിലില്ലല്ലോ, ഇനി ഇതിന്റെ കൂടെ ഇല്ലെന്ന് ചോദിക്കും. സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. അത് നമ്മള് ട്യൂണും ഒരു ആക്ഷനും അനുസരിച്ചാണ്. ഒരു മാനേജർ ഇരിക്കുകയാണ്, അപ്പൊ നീ ഇന്ന് ലേറ്റ് ആയോ? Abdusamad, أنت تأخرت. ആ ഒരു ആക്ഷനും ആ ഒരു ട്യൂണും പലപ്പോഴും സംസാരിക്കുമ്പോൾ കൂടുതൽ ആക്ഷൻസ് വരാം. നമ്മള് മലയാളികൾ ഇങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ പറഞ്ഞോളെ ആ ഒരു രൂപത്തിലാണ് കാണാറ്. പക്ഷെ അറബ്സ് പിന്നെ അതുപോലെ അറബ്സിന്, അതായത് ഈ കറുത്ത വർഗ്ഗക്കാരില്ല, കൂടുതലും ആക്ഷൻസ് സിറിയ, ലുബ്നാന്, ഫലസ്തീന് അവരാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻസ് പറയുന്നത്. അപ്പൊ ഈ അറബി ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ട്യൂൺ നമുക്ക് മനസ്സിലാവുക ഇത് ക്വസ്റ്റ്യൻ ആണോ ആൻസർ ആണോ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഓരോ ട്യൂണും ഒരു ആക്ഷൻ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കി. നീ ഇന്ന് നേരത്തെ ആണോ എങ്ങനെ ചോദിക്കാം? ബദ്രി, ബദ്രി اليوم. ഓക്കെ, നീ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കാൻ? أنت متحمس. أنت متحمس. നീ ഹാപ്പി ആണോ? أنت فرحان. നീ ഈ ജോലിയിൽ ഹാപ്പി ആണോ? أنت فرحان هذا الشغل. നീ ഒരു ട്രെയിനിങ്ങിൽ ഹാപ്പി ആണോ? أنت فرحان في هذا التدريب. നീ ഇന്ന് ഹാപ്പി ആണോ? أنت اليوم فرحان. عبدالسمد أنت اليوم فرحان؟ أيوة الحمد لله أنا فرحان. مو زعلان؟ مو زعلان. فرحان. يا أيوة. أنت تعبان؟ لا 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 أنا مو تعبان. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഒരുമിച്ചൊന്ന് പറയാം. പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഞങ്ങളെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നീ മലയാളിയാണോ? أنت ملباري؟ അതെ, ഞാൻ മലയാളിയാണ്. أيوة أنا ملباري. അല്ല, ഞാൻ ബംഗാളി ഒന്നുമല്ല. أنا مو بنغالي. ഓക്കെ, നീ കാലിക്കറ്റിൽ നിന്നാണോ? أنت من كاليكوت؟ അതെ, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. أيوة അല്ലെങ്കിൽ നഅം എന്നും പറയാം കേട്ടോ. നഅം. ഓക്കെ, സിമ്പിൾ ആയിട്ട് സാധാരണ പറയുമ്പോഴൊക്കെ എങ്ങനെ പറയാം? أيوة അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ സെന്റൻസ് ആയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യില്ല, അപ്പൊ നമുക്ക് ആ രൂപത്തിൽ തന്നെ ട്രൈ ചെയ്യാം. ഓക്കെ, നീ കാലിക്കറ്റിൽ നിന്നാണോ? أنت من كاليكوت؟ أيوة أنا من كاليكوت. أنا مو من كاليكوت. നീ മാരീഡ് ആണോ? أنت متزوج؟ أيوة أنا متزوج. أنا مو متزوج. നിങ്ങൾ പറയുന്നില്ലേ? പറയാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളെ കൂടെ നിങ്ങൾ പറയാ. ഓക്കെ, നീ ഒരു ഗ്രാജുവേറ്റ് ആണോ? أنت متخرج؟ لا أنا مو متخرج. أيوة أنا متخرج. നീ ഇന്ന് ഫ്രീ ആണോ? اليوم أنت فاضي؟ أيوة أنا فاضي اليوم. أنا مو فاضي اليوم. നീ ഇപ്പോൾ ബിസി ആണോ? أنت مشغول الحين؟ أيوة أنا مشغول الحين. أنا اليوم مو مشغول. أوكي. നീ ഓക്കേ ആണോ? أنت كويس؟ أيوة أنا كويس. أنا شوية كويس. നീ റെഡി ആണോ? أنت جاهز؟ أنا جاهز. أنا مو جاهز. നീ ദുബായിലാണോ വർക്ക് ചെയ്യുന്നത്? أنت اشتغل في دبي؟ أيوة أشتغل في دبي. أنا مو اشتغل في دبي. നീ ഷാർജയിലാണോ താമസിക്കുന്നത്? أنت ساكن في الشارقة؟ أيوة أنا ساكن في الشارقة. أنا مو ساكن في الشارقة. നീ ഈ ട്രെയിനിങ്ങിൽ ഹാപ്പി ആണോ? أنت فرحان في هذا التدريب؟ أيوة أنا فرحان بهذا التدريب. أنا مو فرحان في هذا التدريب. ليش؟ والله مو حلو. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻറ്റ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളായിട്ടുള്ള ആളുകൾക്ക് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. സോ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ പോസിറ്റീവ് ആൻസർ, നെഗറ്റീവ് ആൻസർ നിങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നീ മലബാരിയാണോ? അതെ, ഞാൻ മലബാരിയാണ്. അല്ല, ഞാൻ ബംഗാളി അല്ല.
ഓക്കെ, ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓരോ ദിവസവും നമ്മൾ കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ പഠിക്കാം, അത് ആക്ടിവിറ്റീസിലൂടെയൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ജസ്റ്റ് അതുപോലെ അറബി ഭാഷ പറയാനും കേൾക്കാനും കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയ ഉഷാറാക്കിയെടുക്കുക. ഓക്കെ, സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ രാജ്യത്തും സൗദിയിലും ഖത്തറിലും ഇമാറാത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ഉപയോഗിക്കാറുണ്ട്. സോ അത്തരം നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലുമൊക്കെ വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ള ആളുകൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ട്, നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബോസിനെ പറ്റിയിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറക്കാതെ വീഡിയോ വാച്ച് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. മഅസ്സലാമ. Assalamu. Emtees Academy.